കുഞ്ഞോ വരും. സുമി ഒന്ന് മ്യൂട്ട് ചെയ്യോ? Morning. Good morning, sir. Good morning, sir. Good morning, sir. Good morning, sir. Morning. How are you? Fine, sir. Fine, fine, Fine. sir. How are you, sir? I am also very fine. Okay. അപ്പോൾ നിങ്ങളുടെ ടീച്ചർ എവിടം വരെ എടുത്ത് നിർത്തിയേക്കണെന്ന് പറയാമോ? Sir, what's your good name, sir? My name is Job. J-O-B. Okay. Okay, okay. നിങ്ങളുടെ ടീച്ചർ എവിടം വരെ എടുത്ത് നിർത്തിയേക്കണെന്ന് പറയാമോ? Good morning. സെന്റൻസ് മേക്കിംഗ് ആണ് ആ, ഇതില്. ടെൻസ് പറഞ്ഞിട്ടുണ്ടോ ടീച്ചർ? No, sir. ടെൻസ് നോ സാർ. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം, ടെൻസ് വെച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കാം. Okay, sir. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് മാം adjectives ഇംഗ്ലീഷില് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തോ adjectives ഏതെല്ലാം എഴുതിയതേ ഉള്ളൂ, പിന്നെ സെന്റൻസ് ഉണ്ടാക്കാനാ പറഞ്ഞത്. ആ ഓക്കെ ഓക്കെ ഓക്കെ. അത് മ്യൂട്ട് ചെയ്യട്ടെ, എന്റെ പറയട്ടെ, വേണോ മ്യൂട്ട് ചെയ്യണോ? കേട്ടല്ലേ? ഇന്ററാക്ഷൻ ചെയ്തിട്ട് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. ഇംഗ്ലീഷിൽ സംസാരിച്ചോളൂ. ഇന്ന് രാവിലെ മുതലുള്ള കാര്യങ്ങളൊന്നും പറയും. I got up at 6 o'clock in the morning. അത് ആദ്യം പറഞ്ഞു, ബാക്കി നിങ്ങളാണ് പറഞ്ഞു. തെറ്റിക്കോട്ടെ, ഇംഗ്ലീഷിൽ തന്നെ പറയും. I do my jobs. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പാസ്റ്റ് ടെൻസിൽ പറയാം. I did my jobs. കേട്ടോ, കഴിഞ്ഞ പോയ സംഭവമല്ലോ. പാസ്റ്റ് ടെൻസിൽ പറഞ്ഞാൽ I did my jobs. ഓക്കെ, ഇതൊന്നുള്ളത് ഡിഡ് അയക്കാം. ബാക്കി പറഞ്ഞു. I had my breakfast. Okay, I had my breakfast. അത് പാസ്റ്റ് ടെൻസ് കറക്റ്റ്, കുഴപ്പമില്ല. I had my breakfast. Then after that, അത് പറഞ്ഞത് സംഭവിച്ചതെന്ന് പറഞ്ഞില്ല, നിങ്ങൾ കുറച്ചുണ്ടാക്കിക്കോ, കുഴപ്പമില്ല. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ നിന്ന് എടുത്തുണ്ടാക്കിക്കോ. സെന്റൻസ് പറയാൻ പറ്റിയ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തു, അത് കുഴപ്പമില്ല. Sometime watched TV. ഞാനൊന്നും തുടങ്ങി വെച്ചില്ല. I got up at 6 o'clock in the morning. After that, I made a cup of tea and drank the tea. Simple ആയിട്ട് പറഞ്ഞാൽ മതി. After that, I took the today's newspaper. I read the headlines. After that, I went to the kitchen. Okay, പറഞ്ഞോ. After my job, I had my bath and eating my foods.
Okay. After the job, I had my bathing and ate my food. Okay. I attended Teresa ma'am class. I attended. Teresa ma'am. Okay. Teresa ma'am's class. I met my new teacher. Eh? I met my new teacher. Okay. പറഞ്ഞോ നമുക്കേ പറയുന്നതിലാണ് നമുക്ക് ഈ ചമ്മല് ഉണ്ടായി കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. അത് പറഞ്ഞോ. I met my new teacher and we started the conversation in English. അങ്ങനെ പറയട്ടെ. Now we are attending the English class. Okay, now we are attending the English class. Present continuous tense ആണ് ഉപയോഗിക്കുന്നത്. Very good. Now we are attending the English class. After that, The class will going on. the class will going on. നമുക്ക് ചെറിയൊരു മാറ്റം is going on. Okay. Class is going on. The class will end at 12:30 p.m. Okay. It started at 11:30 a.m. and we will finish at 12:30 p.m. We after hope that, we hope the class is very good. we hope that the classes will be very good. Okay. Very good. But we miss our previous teacher, Nirmala ma'am. You feel about the Nirmala ma'am? Yes. Okay. She was always talking before taking the class. If she had the habit of speaking before taking the class, classലേക്ക് നമുക്ക് കുറച്ചേരം interact ചെയ്യുന്നു. Yes. Yes, sir. sir. She did the പറയൂ. നമ്മള് ഇതിന് മുമ്പ് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോഴാണ് ഇത് ഒരു എന്താ പറയാ ഇഷ്ടമായി തുടങ്ങിയത് ഇംഗ്ലീഷ് പഠിക്കാൻ. ശരി. ഇംഗ്ലീഷ് ഇസ് എ ബ്യൂട്ടിഫുൾ. ഇത് നമുക്ക് വളരെ അവിഭാജ്യ ഘടകവുമാണ്. ഇത് ആവശ്യം എന്ന് പറയുന്നതിനേക്കാൾ അതല്ല, പൊതുവെ നമുക്ക് ഗ്രാമർ കേൾക്കുമ്പോ ഒരു പേടിയാണ്. ഗ്രാമർ അങ്ങനെ ആയിരുന്നു സ്കൂൾ ടൈമിലൊക്കെ. പക്ഷെ ഇപ്പോഴാണ് ഗ്രാമറിനോടൊക്കെ കുറച്ച് എന്താ പറയാ, നമുക്ക് പഠിച്ചാൽ കൊള്ളാം, ഇത് പഠിച്ചാൽ എനിക്കും പഠിയും എന്നുള്ള തോന്നല് വന്നത്. വെരി ഗുഡ്. അപ്പോ ഇനി നമുക്ക് വളരെ ലളിതമായിട്ടാണ് നമ്മൾ ഗ്രാമർ പഠിക്കുന്നത്. വളരെ ലളിതം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ രീതിയിൽ ഗ്രാമർ എല്ലാം സംസാരിക്കാൻ പഠിക്കുന്നത്. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട കേസ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോ പല ബാച്ചുകളിൽ കയറിയത് ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വളരെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഐ ഗോട്ട് ഇറ്റ് ഇംപ്രസ്. വെരി ഗുഡ്. എല്ലാവരും ഫയർ തീയൊക്കെ വിട്ടിട്ട് പറയുന്നുണ്ടല്ലോ. ഓക്കെ. എവരിബഡി. അപ്പൊ നമുക്ക് ഞാനൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഇംഗ്ലീഷിൽ നമ്മുടെ സെന്റൻസ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം സബ്ജക്റ്റ് എഴുതും, പിന്നെ വെർബ് എഴുതും, പിന്നെ ഒബ്ജക്റ്റ് എഴുതും. ഇംഗ്ലീഷിൽ നമ്മൾ സെന്റൻസ് എഴുതുമ്പോൾ ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഒബ്ജക്റ്റ്. അതാണ് നമ്മൾ ഇംഗ്ലീഷും മലയാളവും തമ്മിൽ കാണുമ്പോൾ ഒരു വ്യത്യാസം കാണും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചായ കുടിച്ചു എന്നുള്ളത് ഞാൻ ആദ്യം വന്നു, ചായ വന്നു, പിന്നെ കുടിച്ചു എന്ന് പറയും മലയാളത്തിൽ. പക്ഷെ ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഞാൻ കുടിച്ചു ചായ എന്ന് എഴുതും. അതാണ് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. അർത്ഥം പറയുമ്പോൾ ഞാൻ ചായ കുടിച്ചു എന്ന് പറയുന്നതാണ്. ഐ ഡ്രാങ്ക് ടീ എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ പറയുക. അല്ലാണ്ട് ഐ ടീ ഡ്രാങ്ക് എന്ന് പറയുക. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ഒരു ക്രമത്തിൽ നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചും കൂടി
ഭംഗിയാവും, എളുപ്പവും. ഞാൻ നിങ്ങളോട് ഒരു കേൾക്കുന്നില്ലേ? ഹലോ, Yes, sir. പറഞ്ഞോളൂ, നമ്മൾ കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളോട് കാര്യം പറയുന്നത്, അപ്പൊ ഞങ്ങളുടെ നാട് ഈ പറവൂരാണ്. അപ്പൊ ഈ പറവൂര് വെച്ച് ഞാനൊരു പാമ്പിനെ ഇന്നലെ രാവിലെ 10 മണിക്ക് വടി കൊണ്ടടിച്ചു കൊന്നു. ഇന്നലെ രാവിലെ 10 മണിക്ക് പറവൂരിൽ വെച്ചൊരു പാമ്പിനെ ഞാൻ വടി കൊണ്ടടിച്ചു കൊന്നു എന്നുള്ളത് ഇംഗ്ലീഷിലോട്ടാക്കി. പ്രീവിയസ് ഡേ പറവൂർ. പ്രീവിയസ് ഡേ പറവൂർ. Yesterday I am in Yesterday. Paravur. Yesterday പറവൂർ. I beat a snake with a stick. And this day. വേറെ ആർക്കെങ്കിലും? I killed a snake yesterday at Paravur with using stick. വിത്ത് സ്റ്റിക്ക്. ഓക്കെ. അപ്പൊ സ്റ്റിക്ക് ഒക്കെ വന്നിട്ടുണ്ട് അതിനകത്ത്. ഇനി അടുത്തത്. I saw a snake at Paravur. I saw a snake at Paravur. I beat the. I killed the snake with stick. Okay, I killed the snake with a stick. Okay. പിന്നെ Abhina is yesterday in Paravur I saw a snake and I killed by stick. Okay. അടുത്തത്. നെക്സ്റ്റ് പോരട്ടെ. അപ്പൊ ഞാൻ പറയേണ്ടത്. ഓക്കെ, ലുക്ക് ഹിയർ. നമുക്ക് I saw a snake in Paravur the last day. I saw a snake in Paravur last day. Yesterday, and I killed the snake with a stick. I killed the snake with a stick. Okay. After that, leave. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇംഗ്ലീഷിൽ നമ്മളൊരു സെന്റൻസ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ സബ്ജക്ട് എഴുതുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, അത് കഴിഞ്ഞതിന് ശേഷം ഓബ്ജക്റ്റ്. അപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ നോട്ട് ബുക്കിൽ ഒന്ന് കുറിച്ച് വെച്ചേക്കാം. ആദ്യം സബ്ജക്ട് യെസ് പ്ലസ് എസ് മീൻസ് സബ്ജക്ട്. അപ്പൊ സബ്ജക്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് വെർബാണ്. അപ്പൊ എസ് പ്ലസ് ബി, സബ്ജക്ട് ആദ്യം പിന്നെ വെർബ്. അപ്പൊ എസ് പ്ലസ് ബി. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ നമ്മുടെ ഈ സെന്റൻസിൽ സബ്ജക്ട് എന്താണ്? ഞാനാണ് പാമ്പിനെ കൊന്നത്. അപ്പൊ ഐ ആണ് ഇവിടുത്തെ എന്ത്? സബ്ജക്ട്. ഐ സബ്ജക്റ്റ് ആണ്. ഐ അത് ആദ്യമാണ്. ഇനി ഈ ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണ്? ഞാൻ എന്ത് ചെയ്തു? കൊന്നു. അതാണ് ആക്ഷൻ അല്ലെ, അതാണ് വെർബ്. അപ്പൊ ഐ കിൽഡ്. ഓക്കെ, ഇനി കിൽ എന്നുള്ളതിനോട് നമ്മൾ ചോദിക്കുകയാണ്, ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആരെ അല്ലെങ്കിൽ എന്തിനെയാണ് കൊന്നത്? അതാണ് ഓബ്ജക്റ്റ്. ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരമാണ് ഓബ്ജക്റ്റ്. അപ്പൊ നമ്മൾ ഓബ്ജക്റ്റ് എന്തിനെ കൊന്നു? ഒരു പാമ്പിനെ. Snake. അപ്പൊ ഇത്രയും വരെ കറക്റ്റ്. ഐ കിൽഡ് എ സ്നേക്ക്, ഞാനൊരു പാമ്പിനെ കൊന്നു. അത്രയും വരെ ഓക്കെ. അപ്പൊ സബ്ജക്റ്റ് ആദ്യം എഴുതി, പിന്നെ വെർബ് എഴുതി, പിന്നെ ഓബ്ജക്റ്റ് എഴുതി. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. ഇനി വേണ്ടതാണ് മാനർ. അപ്പൊ എസ് പ്ലസ് വി പ്ലസ് ഒ പ്ലസ് എം എന്ന് എഴുതാം. എം, മാനർ. എം എന്ന് വെച്ച് കഴിഞ്ഞാല് മാനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസറാണ് മാനർ. എങ്ങനെ. അപ്പൊ നമ്മളിവിടെ ചോദിക്കുകയാണ് എങ്ങനെയാണ് കൊന്നത്? വടികൊണ്ടടിച്ച്.
എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ, ശബ്ദം വരുന്നുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഐ കിൽഡ് എ സ്നേക്ക് ഒരു ശരിയായി. അത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ കൊന്നു, എങ്ങനെ എന്നുള്ളത് എന്താണ്? മാനർ. അപ്പൊ നമ്മൾ പറയുകയാണ് എങ്ങനെ എന്നുള്ള ഉത്തരം പറയണം, വടി കൊണ്ടടിച്ച്. അപ്പൊ ബീറ്റിംഗ് വിത്ത് സ്റ്റിക്ക്. ഓക്കെ, അപ്പൊ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ. ഇനി പ്ലസ് ഇട്ടിട്ട് പി ഇടാം. പി പി മീൻസ് പ്ലേസ്. പ്ലേസ് സ്ഥലം. എവിടെ വെച്ചാൽ വന്നത്? സ്ഥലം പറയുക. ഇൻ പറവൂർ. സർ ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറയാമോ? പ്ലീസ് മ്യൂട്ട്. ഞാൻ മ്യൂട്ട് അടിക്കണോ? വേണ്ട സർ. നോമൻ. ആ ഓക്കെ. അപ്പൊ ഒന്നുകൂടി പറയാം. ആദ്യം സബ്ജക്റ്റ് പറഞ്ഞു, പിന്നെ വെർബ് പറഞ്ഞു, പിന്നെ ഓബ്ജക്റ്റ് പറഞ്ഞു, പിന്നെ മാനർ പറഞ്ഞു, പിന്നെ പ്ലേസ് പറഞ്ഞു. അപ്പൊ പി വരെ. ഇനി പ്ലസ് ടി ഇല്ല. ടി മീൻസ് ടൈം. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ. അത് നമുക്ക് പറയാം ഇന്നലെ രാവിലെ, യെസ്റ്റർഡേ മോർണിംഗ്, അറ്റ് 10 o'clock. അപ്പൊ നമ്മൾ ഇംഗ്ലീഷില് ഈ ഒരു സെന്റൻസ് നമ്മൾ എഴുതുമ്പോൾ ഈ ക്രമത്തിൽ അങ്ങനെ എഴുതുക. ഒരു പരിധിയിലുള്ള തെറ്റുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഫസ്റ്റ് സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഓബ്ജക്റ്റ്, പിന്നെ മാനർ, പിന്നെ പ്ലേസ്, പിന്നെ ടൈം. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഞാൻ വലിയ സെന്റൻസ് പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ്. സിമ്പിൾ ആയ ഒരു സെന്റൻസ്, ഞാൻ ചായ കുടിച്ചു അല്ലെങ്കിൽ അവൾ ഉറങ്ങി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും. അപ്പൊ എല്ലാവരും കൂടി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാമ്പിന്റെ കേസ് ഇട്ടത്. ഓക്കെ, അപ്പൊ സബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുക, പിന്നെ ഓബ്ജക്റ്റ് എഴുതുക, മാനർ എഴുതുക, പ്ലേസ് എഴുതുക, സ്ഥലം എഴുതുക. അപ്പോ ശരി. അപ്പൊ ഇനി മുതൽ നിങ്ങളൊരു കാര്യം ചെയ്യാം. ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ പറയുമ്പോഴൊക്കെ അത് മലയാളത്തിൽ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ക്രമത്തിൽ ഒന്ന് ഇംഗ്ലീഷിൽ ഒന്ന് പറഞ്ഞു നോക്കുക. തെറ്റിക്കോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. ഇംഗ്ലീഷിൽ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വയ്ക്കും. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഒരു കാരണവശാലും മറക്കാതിരിക്കുക. അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തിലോട്ട് പോകാം. ഓക്കെ, യെസ്, ഓക്കെ 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 ആ ഓക്കെ 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 ആ ശരിയാണ്. അപ്പൊ നമുക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളത് ആ മലയാളം ചിന്തിക്കുന്ന പോലെ നമ്മൾ ഇംഗ്ലീഷ് ചിന്തിക്കുമ്പോൾ നമുക്ക് തെറ്റുപറ്റുന്നതാണ്. എഴുതുമ്പോൾ നമുക്ക് തെറ്റുപറ്റുന്നതാണ്. ഈ ക്രമത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ പെടുത്താൻ പറ്റും. പക്ഷെ അതൊക്കെ നമുക്ക് പോകാൻ കുറച്ചും കൂടിയൊക്കെ സ്റ്റാൻഡേർഡൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് അതനുസരിച്ച് ഇംഗ്ലീഷിന്റെ സ്റ്റൈലൊക്കെ മാറ്റി കുറച്ചുകൂടിയൊക്കെ സ്റ്റൈലിൽ നമുക്ക് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് അതൊക്കെ നേരത്തെ നോക്കാം. ഓക്കെ, അപ്പൊ ഈ ക്രമം തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. അപ്പൊ പറയും സബ്ജക്റ്റ് പ്രവൃത്തി ചെയ്യുന്ന ആള്, വെർബ് അയാൾ ചെയ്ത പ്രവൃത്തി, അതിനോട് ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരമാണ് ഓബ്ജക്റ്റ്. എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരമാണ് മാനർ. എവിടെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരമാണ് പ്ലേസ്. എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരമാണ് ടൈം. SVOMPT. ഓക്കെ, ഇനി നമുക്കറിയാവുന്നത് ഇംഗ്ലീഷില് ഒരു വെർബിന് 3 ടെൻസ് ഉണ്ട്. ഇപ്പൊ കുടിക്കുക എന്ന് പറയുന്ന വെർബ് ഡ്രിങ്ക്, എന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡ്രാങ്ക്, എന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഡ്രങ്ക്. ഡ്രിങ്ക് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ഡ്രാങ്ക്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡ്രങ്ക്. ഇനി ഈറ്റ്, തിന്നുക, അത് പ്രസന്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് എന്താണ്? എയ്റ്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈറ്റ്. അതുപോലെ തന്നെ ടേക്ക്, എടുക്കുക, അതിന്റെ പാസ്റ്റ് ടെൻസ് ടുക്ക്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടേക്ക് ആണ്. അപ്പൊ അങ്ങനെ നമുക്കറിയാം ഒരു വെർബിന് 3 ടെൻസ് ഉണ്ട്. ഇത് കുറെയൊക്കെ നമ്മൾ കാണാതെ തന്നെ പഠിക്കണം. കുറച്ചൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. പാസ്റ്റ് ടെൻസ് ED വെച്ചിട്ടുള്ളതാണെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിളും ED വെച്ചിട്ടുള്ളതായിരിക്കും. അത് കോമൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ ലുക്ക്, ലുക്ഡ്, LOOKED, പാസ്റ്റ് പാർട്ടിസിപ്പിളും അത് തന്നെയാണ്. ലുക്ഡ്, LOOKED. അപ്പൊ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, 3 ടെൻസ്. ഈ 3 ടെൻസ് വെച്ചിട്ട് ഇംഗ്ലീഷില് 12 ടെൻസിന്റെ ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫോം ഉണ്ട് 12 ടെൻസിന്റെ ഫോം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല.
കാരണം നമ്മൾ ഇതിൻ്റെ ഈ 12 കടന്നു പോകും. അത് ടേക്ക് ടൈം, സമയം എടുത്ത് ഓരോന്ന് കറക്റ്റ് മനസ്സിലാക്കിയാണ് പോകും. അപ്പൊ ഏതൊക്കെയാണ് ടെൻസ് നമുക്ക് നോക്കാം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ 12 എണ്ണമുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ ഒരു പീരീഡിൽ നിന്ന് ചോദിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യും. അപ്പൊ ഞാനിപ്പോ ഈ 12 എണ്ണത്തിന് പേര് പറഞ്ഞത് ഈ പറഞ്ഞപ്പോ നിങ്ങളുടെ മനസ്സിലോട്ട് കയറിയ ഏതെങ്കിലും ടെൻസിന്റെ ഫോം തിരിച്ചിങ്ങനെ പറയുന്നു. 12 ടെൻസിന്റെ ഫോമിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും നിങ്ങൾക്ക് തിരിച്ചിങ്ങനെ പറയാമോ? Present continuous tense. പ്രസന്റ് കണ്ടിന്യൂസ്, Simple present. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, Past continuous future. പാസ്റ്റ് കണ്ടിന്യൂസ്. പിന്നെ സർ ഇത് നോട്ട്ബുക്കിൽ എഴുതട്ടെ? അല്ല, ഞാൻ അത് പറയാം. അത് നമുക്ക് ഓരോന്നും നമുക്ക് എഴുതി വെച്ചിട്ട് കൺഫ്യൂഷൻ ആക്കണ്ട. നമുക്ക് ഇതിന് നമ്മൾ സിമ്പിൾ പ്രസന്റിലൂടെ കടന്നു പോകും. അപ്പൊ അത് നമുക്ക് പറയാം. ഓക്കെ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. അപ്പൊ നിങ്ങൾ അത്ര ഓർത്തിനെ ആർക്കെങ്കിലും പറയാൻ പറ്റും? അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. സിമ്പിൾ പ്രസന്റ്, ആ പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ അത് മാത്രം ഓർത്താൽ മതി. ബാക്കിയൊക്കെ സിമ്പിൾ ആണ്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ആ എളുപ്പമാണ്. പിന്നെ അടുത്ത മൂലം പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ 12 ടെൻസിലെ ഇംഗ്ലീഷിൽ ഒരു വാചകം എഴുതാൻ പറ്റും. ഏത് സെന്റൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞാലും ഈ 12 ടെൻസിൽ ഏതെങ്കിലും ഒരു ടെൻസിലായിരിക്കും ആ വാചകം എഴുതിയിട്ടുള്ളത്. ഇതല്ലാതെ ഇംഗ്ലീഷിൽ വാചകം ഉണ്ടാകില്ല. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 12 ടെൻസിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകം കാണുമ്പോൾ അത് ഏത് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. വിച്ച് ടെൻസ് ഇറ്റ് ഈസ് റിട്ടൺ, ഏത് ടെൻസിലാണ് ആ വാചകം എഴുതിയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഏത് ടെൻസിലാണ് ഈ വാചകം എഴുതിയിട്ടുള്ളത്? ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഐ ഡ്രിങ്ക് മിൽക്ക്, ഐ ഡ്രിങ്ക് മിൽക്ക്. നിങ്ങൾക്ക് പറയാമോ ഇത് ഏത് ടെൻസാണെന്ന്? Simple present. അതെങ്ങനെ മനസ്സിലായി? സിമ്പിൾ പ്രസന്റ് അത് പ്രസന്റ് ടൈമിലുള്ള. ഓക്കെ, വെറുതെ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സിമ്പിൾ പ്രസന്റ് ആണ് മനസ്സിലായി അല്ലേ? അതാണ് മനസ്സിലായി എന്ന് പറഞ്ഞേ? ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരിയാണ്, സമ്മതിച്ചു. നമുക്കിനി കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാം. അപ്പൊ ഞാൻ പറഞ്ഞു 12 ടെൻസിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ആദ്യം അതിൽ നിന്ന് സിമ്പിൾ പ്രസന്റ് മാത്രം എടുക്കുന്നു. സിമ്പിൾ പ്രസന്റ് മാത്രം നമ്മൾ എടുക്കുന്നു. എന്നിട്ട് ഈ സിമ്പിൾ പ്രസന്റിനെ നമുക്ക് ഒന്നുകൂടി അപഗ്രഥിച്ച് എന്തൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നോക്കിയതിനു ശേഷം ബാക്കി 12 എണ്ണത്തില് ഒരു 9 എണ്ണം എന്തായാലും നമുക്ക് നോക്കാം. അവസാനത്തെ 3 എണ്ണം അങ്ങനെ വരികയില്ലായെങ്കിൽ നമുക്ക് അതുകൂടി നോക്കാം. അപ്പൊ 9 എണ്ണം എന്ത് തോന്നിയാലും നോക്കാം. ബാക്കി 8 എണ്ണത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു സിമ്പിൾ പ്രസന്റ് ആണ് എന്ന് പറഞ്ഞു. എങ്ങനെ മനസ്സിലായി സിമ്പിൾ പ്രസന്റ് ആണ്? അപ്പൊ നിങ്ങൾ പറഞ്ഞു വെർബിന്റെ ടെൻസ് നോക്കി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഒരു സെന്റൻസ് എഴുതാന്ന് പറഞ്ഞു. അതില് നമുക്കത് എഴുതാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടെൻസ് ഏത് ടെൻസിലാണ് അത് എഴുതിയിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സബ്ജക്റ്റും വെർബ് മാത്രം നോക്കിയാൽ മതി. സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുക, വെർബ് ഏതാണെന്ന് നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാൻ പറ്റും അത് ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറയാം. ഓക്കെ, നോക്കിയേ. ഐ റീഡ് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏത് ടെൻസാണ്? പ്രീതി മ്യൂട്ട് ചെയ്യ്.
I Sorry, read. sir. I സർ read. ഒന്നുകൂടെ പറയോ? Okay. കേട്ടില്ല. Okay. സർ സെന്റൻസ് ബോർഡിൽ എഴുതി കാണിക്കോ? അത് ചെയ്യാൻ മതി. ഇന്നിപ്പോ അതിനുള്ള കാര്യമില്ല, ചെയ്യാം കേട്ടോ. ഐ റീഡ് ന്യൂസ് പേപ്പർ. നിങ്ങളൊന്ന് എഴുതി, ഐ റീഡ് ന്യൂസ് പേപ്പർ. ഐ റീഡ് ന്യൂസ് പേപ്പർ. അത് ഏത് ടെൻസ് ആണത്? സിമ്പിൾ പ്രസന്റ്. Simple സിമ്പിൾ present. പ്രസന്റ് ആണ്. ചോദിച്ചു കഴിഞ്ഞാല് സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, അതിന്റെ പ്രസന്റേഷൻ ഉപയോഗിച്ചിരിക്കും. അപ്പൊ ഞാൻ പത്രം വായിക്കാറുണ്ട്, ശരിയാണ്. ഞാൻ നിങ്ങളോട് പറയണം, അവൻ പത്രം വായിക്കാറുണ്ട് എന്നൊരു വിഷയം പറഞ്ഞു. He read newspaper. ഹി റീഡ് ന്യൂസ് പേപ്പർ. അടുത്താള് He reads newspaper. റീഡ്സ് ന്യൂസ് പേപ്പർ. അടുത്താള് ഒരാള് ഹി റീഡ് ന്യൂസ് പേപ്പർ, അടുത്താള് ഹി റീഡ്സ് ന്യൂസ് പേപ്പർ. ഇനി ഏതാ ചേഞ്ച്? Newspaper. Read news. E-reading newspaper. ന്യൂസ് പേപ്പർ. പിന്നെ അടുത്തത് He read the newspaper. he read the newspaper. Okay. അടുത്തത് He reads newspaper. he reads the newspaper. Okay. He reads newspaper എന്ന് പറഞ്ഞാലാണ്. ഞാൻ സർ. ഓക്കെ. എന്തുകൊണ്ടാണ് അവിടെ എസ് ചേർക്കാൻ കാരണം? അത് സിമ്പിൾ പ്രസന്റ് വെർബിന്റെ കൂടെ പതിവായി ചെയ്യുന്ന ഒരു പ്രവൃത്തി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഐ റീഡ് ന്യൂസ് പേപ്പർ പറയുമ്പോൾ പതിവായി സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് സബ്ജക്ട് സിംഗുലർ ആണ് സർ അവിടെ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഐ എന്ന് പറയുമ്പോൾ സിംഗുലർ അല്ലേ? അവിടെ എസ് ചേർത്തില്ലല്ലോ. ഐ എന്ന് പറയുമ്പോൾ സിംഗുലർ, ഞാൻ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ എസ് ചേർത്തില്ലല്ലോ. ഇല്ല സർ. ഓക്കെ. നമ്മളത് മനസ്സിലാക്കി പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾ ഹി റീഡ്സ് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്, ശരിയാണ്. ഇനി നമ്മളിവിടെ നോക്കാം. അതായത് ഒരു നിയമമാണ് നമ്മൾ പറയുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് എഴുതുമ്പോൾ, അതായത് സബ്ജക്ട് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ എഴുതുന്നത് എങ്കിൽ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ, അതായത് ഏകവചനം ഒരാളുള്ളെങ്കിൽ, ഹി എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ, ഷീ എന്ന് പറയുമ്പോഴും ഒരാളെ ഉള്ളൂ, ഇറ്റ് ഇത് എന്ന് പറയുമ്പോൾ ഒരു സാധനമേ ഉള്ളൂ. അങ്ങനെ ഒരാളുള്ള സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർക്കണം. നേരെ മറിച്ച് പ്ലൂറലാണെങ്കിൽ എസ് ചേർക്കില്ല. ഓക്കെ. ഇപ്പോ അവർ വായിക്കാറുണ്ട് എന്നുള്ളതിന് ദേ റീഡ് എന്ന് പറഞ്ഞ് ശരിയാണ്. അവൻ വായിക്കാൻ, അവർ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലാണ്, അപ്പൊ പ്ലൂറലായി. അപ്പൊ റീഡ് എന്ന് പറഞ്ഞാൽ മതി. നേരെ മറിച്ച് അവർ എന്നുള്ളതിന് പകരം അവൻ എന്ന് വന്നു കഴിഞ്ഞാൽ റീഡ് എന്നല്ല പറയേണ്ടത്, റീഡ്സ്. കാരണം അവരെന്ന് പറയുമ്പോൾ എത്ര ആളേ ഉള്ളൂ? ഒരാളേ ഉള്ളൂ. അപ്പൊ എന്ത് പറയണം? റീഡ്സ് എന്ന് പറയണം. അതാണ് കറക്റ്റ്. അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഒരു നിയമം. അതായത് സിമ്പിൾ പ്രസന്റ് എഴുതുമ്പോൾ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർക്കണം. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നിങ്ങളിൽ ഒരാളെ ഞാൻ വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഒരാളോട് ഞാൻ പറയണം നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ആ നിങ്ങൾ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരാളാണ്. 2 3 പേരെ നിർത്തിയിട്ടും എനിക്ക് ഇത് തന്നെ പറയാം, നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറയാം. അപ്പൊ ആ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ്. ഇനി എന്റെ ഒരു സംശയം ചോദിക്കട്ടെ, അപ്പൊ യു എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ് പ്ലൂറൽ? സിംഗുലർ ആണ്. പ്ലൂറൽ ആണ് സർ. സിംഗുലർ ആണ് എന്ന് പറയുമ്പോൾ അത് പറയാനായിട്ട് നിങ്ങൾ പ്രേരിപ്പിച്ച ഒരു കാരണം ഉണ്ടാവും. പ്ലൂറൽ ആണ് എന്ന് പറയുമ്പോൾ അത് പറയാനായിട്ട് പ്രേരിപ്പിച്ച ഒരു കാരണം ഉണ്ടാവും. അപ്പൊ സിംഗുലർ ആണ് എന്ന് പറഞ്ഞ ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്, സിംഗുലർ ആണ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ സിംഗുലർ ആണ് എന്ന് മനസ്സിൽ ചിന്തിച്ചവരോട് കൂടി ചോദിക്കുകയാണ്. ഇപ്പൊ 2 പേര് നിൽക്കുകയാണ്, ഭാര്യയും ഭർത്താവും നിൽക്കുകയാണ്. നിങ്ങൾ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരും കൂടിയല്ല അത് ചോദിക്കുന്നത്. അത് പ്ലൂറലല്ലേ? അതെ. ഇനി പ്ലൂറൽ ആണ് എന്ന് പറഞ്ഞവരോട് ഞാൻ ചോദിക്കുകയാണ്,
ഈ ഭാര്യയും പുറത്തേലും ഒരാളോട് വിചാരിക്കും. അപ്പോഴും ചോദിക്കാം നിങ്ങളെവിടെ പോയിരുന്നു, നിങ്ങളെവിടെ പോയിട്ട് വരുന്നു. അപ്പോഴും ചോദിക്കുമ്പോൾ അവിടെ ഒരാളെ ഉള്ളൂ. യെസ്, ഒരാളെ ഇതിന്റെ അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ അനുസരിച്ച് പറയണമെന്നാണ് ലിനിഷ പറയണത്. ഓക്കെ, സിറ്റുവേഷൻ അനുസരിച്ചാണ് പറയുന്നത്. ശരിയാണ്. യെസ്. അപ്പോ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരു റൂളായിട്ട് നമ്മൾ മനസ്സിലേക്ക് എപ്പോഴും വരിക, ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഗ്രാമർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ യു എന്നുള്ളത് പ്ലൂറലായിട്ട് കണക്കാക്കിയാൽ മതി. പഴയ ലാറ്റിൻ ഭാഷയിലേക്ക് സിംഗുലർ ആയിട്ടുള്ള യുവിന്റെ പേര് THOU എന്നൊക്കെ പറഞ്ഞൊക്കെയുണ്ട്. അതൊന്നും നമ്മളിവിടെ പരിഗണിക്കുന്നത് ഓൾവേസ് പ്ലൂറലായിട്ട് വിചാരിച്ചാൽ മതി. പ്ലൂറലിന് നമ്മൾ എന്ത് നിയമമാണ് വെക്കുന്നത് ഗ്രാമറിൽ, അതുപോലെ പരിഗണിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. ഐ എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ, പക്ഷെ അവിടെ നമ്മൾ എസ് ചേർത്തില്ല. കാരണം അതും ഒരു റൂളാണ്, ഐയുടെ കൂടെ എസ് ചേർക്കേണ്ടതില്ല. അപ്പൊ അതുകൊണ്ട് ഇതുവരെ പറഞ്ഞത് ഞാൻ ഒന്നും കൂടി ഒന്ന് ചുരുക്കി പറയും. സംഭവം ഇതാണ്, സിമ്പിൾ പ്രസന്റായ സെന്റൻസിൽ നമ്മൾ എഴുതുമ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ് വെറക്കിന്റെ പ്രസന്റൻസ് ഉപയോഗിക്കണം. അത് കാണുമ്പോൾ നമുക്കറിയാം അത് സിമ്പിൾ പ്രസന്റ് ആണെന്ന് നമുക്കറിയാം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ ഒരു എസ് കൂടി ചേർത്തില്ല. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേണ്ട, സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ ഒരു എസ് ചേർത്തില്ല. ഇനി സബ്ജക്റ്റ് യു എന്നോ ഐ എന്നോ വന്നാൽ അത് സിംഗുലർ ആയിട്ട് തോന്നുമെങ്കിലും അത് പ്ലൂറൽ ആയിട്ട് പരിഗണിച്ചിട്ട് എസ് ചേർക്കേണ്ടതില്ല. പിടിയോ? ഒന്നുകൂടെ പറയോ? അതായത് നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് ടെൻസ് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നൊന്ന് നോക്കി. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റൻസും കാണുമ്പോൾ നമുക്ക് സിമ്പിൾ പ്രസന്റിലൂടെ തിരിച്ചറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏകവചനം, ഒരാള് ഒരിടമുള്ളൂ എങ്കിൽ വെർബിന്റെ കൂടെ നമ്മൾ എസ് ചെയ്യണം. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഷീ കഴിഞ്ഞാൽ റീഡ് എന്ന് പറയില്ല, റീഡ്സ്. അവൾ എന്ന് പറയുമ്പോൾ ഒരാളുള്ളൂ. അവൻ എന്നാണെങ്കിലും എസ് ചേർക്കും, അവൻ എന്ന് പറയുമ്പോഴും ഒരാളെ ഉള്ളൂ. അപ്പൊ അങ്ങനെ വെർബിന്റെ കൂടെ എസ് ചേർക്കും നമ്മൾ പറഞ്ഞു. പക്ഷേ ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും എസ് ചേർക്കേണ്ടതില്ല എന്നുകൂടി ഒരു റൂളായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കും. ഓക്കെ, ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും സിംഗുലർ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും എസ് ചേർക്കേണ്ടതില്ല എന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, റീഡിയോ സാർ, ഞാൻ എൻ്റെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? അതല്ല, നമ്മളിപ്പോ സിംഗുലർ പറഞ്ഞ ഏകവചനം, പ്ലൂറൽ പറയുമ്പോഴല്ലേ ബഹുവചനം വരുന്നേ. നമ്മൾ പൊതുവെ ചെറിയ സ്റ്റാൻഡേർഡിലൊക്കെ പറയുന്നത് രണ്ടാളുണ്ടെങ്കിൽ രണ്ടാളെന്നുണ്ടെങ്കിൽ എസ് ചേർക്കണം അല്ലേ? ഒന്നിൽ കൂടുതൽ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ കാറ്റ്സ് നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്, ഒന്നിൽ കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ വേറൊരു കാര്യം ചിന്തിക്കാം. ഞാൻ പറയട്ടെ, ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 3 കാലങ്ങൾ നമുക്ക് പറയാം. ഓടുക, ഓടി, ഓടുക. ചാടുക, ചാടി, ചാടുക. അത് എല്ലാവർക്കും കൂടിയാണ് വേണ്ടി പറയേണ്ട. കാരണം ഒരു വെർബിന് എപ്പോഴും 3 ടെൻസ് ഉണ്ടാവും. ഒന്നുകൂടി പറയാം, ഓടുക. ഞാൻ മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വർത്തമാനകാലം, ഭൂതകാലം, ഭാവികാലം പറയുന്നത്. ഓടുക, ഓടി, ഓടുക. ചാടുക, ചാടി, ചാടുക. അപ്പൊ നടക്കുക എന്നാണെങ്കിൽ നടന്നു, നടക്കും. ഇരിക്കുക, ഇരുന്നു, ഇരിക്കും. ഇങ്ങനെ പറയാൻ പറ്റും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പട്ടി എന്നുള്ളൊരു 3 കാലം നമുക്ക് പറയാൻ പറ്റും? പറയാൻ പറ്റില്ല. കാരണം എന്താണ്? അതൊരു വസ്തുവിന്റെ പേരാണ്, മറ്റതൊരു വെർബാണ്. ഇയാൾ ചോദിച്ച ചോദ്യം കറക്റ്റാണ്, സംശയം കറക്റ്റാണ്. നമ്മൾ നേരത്തെ ഒന്നിൽ കൂടുതൽ വരാൻ വേണ്ടിയിട്ട് ക്യാറ്റ് എന്നുള്ളതിനെ കൂടി ക്യാറ്റ്സ് എസ് ചേർത്തു. അവിടെ നമ്മൾ ചേർത്തത് ഒരു നൗണിന്റെ കൂടെയാണ്. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറയുമ്പോൾ നാമം. അതൊരു വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ പേരാണ്. അത് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എസ് ചേർക്കുന്നത്.
ഞാൻ എസ് ചേർക്കാൻ പറഞ്ഞത് വെർബിന്റെ കൂടെയാണ്, ക്രിയയുടെ കൂടെയാണ്. പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും എല്ലാം ഉള്ളതാണ് വെർബ്. അതിന്റെ കൂടെയാണ് എസ് ചേർക്കാൻ പറഞ്ഞത്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ഇയാൾ പറഞ്ഞതല്ലേ ഡോഗ്, DOG, ഡോഗ്. അത് കുരയ്ക്കുക എന്നുള്ളതിന് BARK, പാർക്ക് എന്നാണ്. കുരയ്ക്കുക, പാർക്ക്. അപ്പൊ എനിക്ക് പറയാം ഡോഗ് ഒരെണ്ണുള്ളൂ, BARKS, ബാർക്സ്. കാരണം സിംഗുലർ ആണ്, ഒരെണ്ണുള്ളൂ. അപ്പൊ BARKS എന്ന് പറയും. ഈ ഡോഗ് എന്നുള്ളതിന് പകരം അവിടെ ഡോഗ്സ് എന്നാണ് വിചാരിക്കും, DOGS, ഡോഗ്സ്. ഡോഗ്സ് എന്നാണെങ്കിൽ വേണ്ട, പട്ടി എന്താണ് കൂടിയത്. അപ്പൊ വെർബ് കുരയ്ക്കുക എന്നുള്ളതിനെ കൂടി എസ് വേണ്ട, അത് ഒന്നിൽ കൂടുതലായി പ്ലൂരലായി. നിങ്ങളുടെ സംശയം മാറിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. മാറിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞ് പറയാം. താങ്ക് യു സർ. എനിക്കുള്ള ഡൗട്ട്സ് ആയിരുന്നു അത്. ഓക്കെ. അപ്പൊ വെർബിന്റെ കൂടെയാണ് ഞാൻ എസ് ചേർക്കാൻ പറഞ്ഞത്. ഓക്കെ. ഷീ റീഡ്സ്, റീഡ് വായിക്കുക. അത് വായിക്കുക എന്നുള്ളത് വെറുപ്പാണെങ്കിൽ ഞാൻ തിരിച്ചറിയാൻ പറ്റും. അതൊരു പ്രവൃത്തിയായിരിക്കും. അതിന് 3 കാലങ്ങൾ പറയാൻ പറ്റും. വായിക്കുക, വായിച്ചു, വായിക്കും. കണ്ട. നേരെ മറിച്ച് ഈ ഡോഗിനോ ക്യാറ്റിനോ നമുക്കത് 3 കാലങ്ങൾ പറയാൻ പറ്റില്ല. അപ്പൊ അത് വെറുപ്പല്ല, അത് നൗണാണ്. അവിടെയാണ് ഇയാൾക്ക് തെറ്റിപ്പോയത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം പിടിയോ? യെസ് സർ. നോ പ്രോബ്ലം. അങ്ങനെ ചിന്തിക്കാനായിട്ട് കാണിച്ച, അല്ലെങ്കിൽ അങ്ങനെയല്ലേ എന്ന് പറയാൻ കാണിച്ച നിങ്ങളുടെ ഇഷ്ടത്തെ, താല്പര്യത്തെ ഞാൻ മാനിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾക്ക് എന്ത് സംശയമാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ചോദിച്ചോണ്ട് ധൈര്യമായിട്ട് പറയാം. വളരെ രസകരമായ രീതിയിൽ നമുക്ക് ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാക്കാം. ഈ വക കാര്യങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അപ്പൊ ചോദിച്ചു നമുക്ക് അപ്പൊ ക്ലിയർ ചെയ്ത് പറ്റുമോ? ഓക്കെ. അപ്പൊ ഞാൻ നമുക്ക് നിങ്ങൾ തന്നിരിക്കുന്ന നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്കിൽ ഏറ്റവും മുകളിൽ ഒരു ഹെഡിങ് എഴുതുക, സിമ്പിൾ പ്രസന്റ്. SIMPLD, സിമ്പിൾ പ്രസന്റ്. PRESENT, സിമ്പിൾ പ്രസന്റ്. എഴുതിയോ? സിമ്പിൾ പ്രസന്റ്. അപ്പൊ അത് ഹെഡിങ് നമ്മൾ എഴുതി. സിമ്പിൾ പ്രസന്റ് എന്നുള്ള ഹെഡിങ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, സിമ്പിൾ പ്രസന്റ്. ഇനി നമുക്ക് വേണ്ടത് ഈ സിമ്പിൾ പ്രസന്റ് ആയ ഒരു വാചകം എങ്ങനെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ അതിന്റെ അടിയിൽ അതിന്റെ സ്ട്രക്ചർ എഴുതിക്കും. എസ് പ്ലസ് വി, വെർബിന്റെ ഷോർട്ട് ഫോം വി, S plus V, and ബ്രാക്കറ്റ് എഴുതുക പ്രസന്റ് ടെൻസ്, PRESENT, പ്രസന്റ്. അത് എഴുതിയാലും മതി, അത്രയും മതി. അപ്പോ ഈ അങ്ങനെ പറയാം, നമ്മൾ ഹെഡിങ് എഴുതി സിമ്പിൾ പ്രസന്റ് എന്ന്. അതിന്റെ താഴെ നമ്മൾ എഴുതി വെക്കുകയാണ് സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ ആ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ഓബ്ജക്റ്റോ മാനറോ പ്ലേസോ ടൈമോ ഒന്നും നമ്മൾ നോക്കണ്ട. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ആണെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ആയ ഒരു സെന്റൻസിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സബ്ജക്റ്റ് ആദ്യം ഉണ്ടാവും, അത് കഴിഞ്ഞ ശേഷം ഉപയോഗിച്ചിരിക്കുന്ന വെർബ് പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബ് ആയിരിക്കും. പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബ്. നിങ്ങളൊരു എക്സാമ്പിൾ പറഞ്ഞു. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും. ബാക്കി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. The sun rises in the east. ക്ലിയർ ആയിരുന്നു. The sun rises in the east. വെരി ഗുഡ്. The sun rises in the east. It's a universal truth. സനാതനമായ സത്യം. സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള വാചകം എപ്പോഴും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന യൂണിവേഴ്സൽ ട്രൂത്ത്. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത He runs fast. ഒന്നുകൂടി പറഞ്ഞേ. He runs fast. He runs fast. വെരി ഗുഡ്. ഹി കഴിഞ്ഞതിന് ശേഷം അവിടെ എസ് ചേർത്തു, പിടിക്കി. കാരണം ഹി കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്ജക്ട് സിംഗുലർ ആണ്. അപ്പൊ റൺ എന്നുള്ളതിന്റെ കൂടി എസ് കൂടി ചേർത്ത് റൺസ് ആക്കി. വെരി ഗുഡ്. അടുത്തത്
നിങ്ങൾ പറയണോട്ടോ, നിങ്ങൾ പറഞ്ഞെങ്കിലാണ് അത് He മനസ്സിലാവും. reads the book. ഈ റീഡ്സ് ബുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എന്നാലും ഒന്ന് മാറ്റി പിടിക്കും. റീഡ്സ് മാറ്റി, റീഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ നേരം പറഞ്ഞ വാക്കല്ലേ. I go to church every Sunday. ഒന്നുകൂടി പറഞ്ഞേ. I go to church every Sunday. Okay, I go to church every Sunday. Very good. I go to church every Sunday. അല്ലെങ്കിൽ I go to temple once in a week. അല്ലെങ്കിൽ I go to temple every day. Okay, okay. Correct ആണ്, ശരിയാണ്. അടുത്തത്. He rides a bicycle. He rides the bicycle. Okay, അത് കറക്റ്റ്. I eats apple. ഒന്നുകൂടി പറഞ്ഞത്. I eats apple. ഓക്കെ ഓക്കെ. അവിടെ ചെറിയൊരു കറക്ഷൻ നമുക്ക് വരുത്താം. എന്ന് വെച്ചാല് ഐ ഈറ്റ്സ് ആപ്പിൾ എന്നല്ലേ പറഞ്ഞേ. EATS അല്ല ഉദ്ദേശിച്ചത്. അതെ. EATS അല്ല ഉദ്ദേശിച്ചത്. അപ്പൊ എന്തുകൊണ്ട് അവിടെ എസ് ചേർക്കാൻ കാരണം വേണം? ഐ എന്ന് പറയുന്നത് അപ്പോഴും പറഞ്ഞല്ലേ പ്ലൂറൽ ആയിട്ട് കണക്കാക്കണം. പ്ലൂറലിന്റെ എസ് വേണ്ട, സിംഗുലറിന്റെ കൂടെ എസ് വേണ്ട. ഓക്കെ ഓക്കെ. I ate apple. സൈഡിൽ എവിടെയെങ്കിലും കുറിച്ച് വെക്കും. സിംഗുലർ എന്ന് വെച്ചാൽ ഏകവചനം, ഒരാള്. സിംഗുലർ ഏകവചനം, ഒരാള്. ഉപയോഗിക്കില്ലേ? സിംഗിൾ ആണ് ഉപയോഗിക്കാറില്ല. സിംഗിൾ ആണ്, വിവാഹിതല്ല. സിംഗിൾ ആണ് അല്ലെങ്കിൽ വിവാഹിതനല്ല, അല്ല സിംഗിൾ. അപ്പൊ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഐ ഈ ടാപ്പിലാണ് കറക്റ്റ്. ശരി ശരി. അടുത്തത്. I write a letter. I write a letter. Okay, okay. I write a letter. ശരിയാണ്. I write a letter. അടുത്തത്. കുറച്ചു പേരൊക്കെ മനസ്സിൽ പറയുന്നുണ്ടാവും. Okay. I take a magazine. Very good. വേറെ വാക്ക് പറഞ്ഞു. I take a magazine. Okay. I take a magazine. Okay. ഇപ്പൊ നമ്മള് പറഞ്ഞു വരുന്നത് ഒരു ചെറിയ ചെറിയ സെന്റൻസ് ആണ്. നമുക്ക് ഈ ടെൻസ് അങ്ങോട്ട് അവസാനിപ്പിച്ച് കഴിയുമ്പോൾ ഒരു സെന്റൻസ് അല്ല, തുടർച്ചയായിട്ട് പറയുന്നത്. ഐ ടേക്ക് എ മാഗസിൻ. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സെന്റൻസ് ഐ റെഡ് എ നോവൽ. അടുത്ത സെന്റൻസ് ദ നോവൽ വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദ നോവൽ വാസ്, അയാളുടെ പേര് പറയാം, ആന്റോണി ടോ. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ക്യാരക്ടർ. ഇത് ഇങ്ങനെ നമുക്ക് പറഞ്ഞു പോകുമ്പോൾ ഒരു സാധനം പറഞ്ഞിട്ട് അതിന്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാം. ഓക്കെ ഓക്കെ ഓക്കെ. അത് നമുക്ക് റെഡിയാക്കിയിരിക്കാം. പിടിക്കുന്നത് നിങ്ങൾക്ക് മെനക്കെടാൻ ഒരു മനസ്സ് ഉണ്ടെങ്കിൽ എവരിത്തിങ് ഈസ് ഓക്കെ. അല്പം ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. സ്വല്പം ബുദ്ധിമുട്ടാണ് താല്പര്യം നിങ്ങൾ പ്രകടിപ്പിച്ചാൽ ഇംഗ്ലീഷ് നമുക്ക് അനായാസമായിട്ട് കയറി വരാം. വളരെ എളുപ്പത്തിൽ നമുക്ക് കയറി വരാം. അത് നമുക്ക് ഇംഗ്ലീഷിനോട് നമുക്കൊരു വിരക്തി തുടങ്ങാനുള്ള കാരണം നമ്മുടെ ഏറ്റവും ആദ്യം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരോടുള്ള നമ്മുടെ ഇഷ്ടക്കുറവുകൂടി എനിക്ക് കാരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ചില വിഷയങ്ങൾ ഉള്ള വിഷയങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ചില വിഷയങ്ങളിൽ നിന്ന് നന്നായിട്ട് പഠിക്കാൻ കാരണം ആ സാറിനോടുള്ള ആ ടീച്ചറിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? ശരിയല്ലേ? ചില വിഷയങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം ആ ടീച്ചറിനോടുള്ള ദേഷ്യം കൊണ്ടല്ലേ? അങ്ങനെയാണുള്ളത്. അപ്പൊ ഇന്നു മുതൽ നമ്മൾ ഇംഗ്ലീഷിനെ സ്നേഹിക്കുന്നു. ഇംഗ്ലീഷ് നമ്മുടെ ഓൾ ഇൻ ഓൾ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും എന്ത് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പറഞ്ഞു തരാനായിട്ട് ഞാനുണ്ട്. യെസ്. അടുത്തത് പവിത്ര വന്നിട്ടുണ്ട്. പിന്നെ He drinks water. He drinks water. Very good sentence. He drinks water. Very good sentence. Okay. അപ്പൊ നമ്മൾ ഇത്ര കാര്യം ഇതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതിന് ഞാൻ ചെറിയൊരു അഡീഷൻ കൂടി വരുത്തുകയാണ്. നോക്കാം, ഒന്ന് ശ്രദ്ധിക്കുക. അതായത് അവർ വരാറുണ്ട് എന്നുള്ളതിന് നമുക്ക് പറയാം ദേ കം എന്ന് പറയാം. ദേ കം. ഓക്കെ. ഇവിടെ ഓരോരുത്തർ എഴുതിയിട്ടുണ്ട് ദേ വർക്ക് ഹാർഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ശരിയാണ് ശരിയാണ്. ഇനി നമുക്ക് അടുത്തൊരു ഇതിലോട്ട് വരാം. അവർ വരാറുണ്ട് എന്നുള്ളതിന് ദേ കം എന്ന് പറയും. അവർ വരാറുണ്ട്, ദേ കം. നമുക്ക് പറയാം അതൊരു പോസിറ്റീവ് ടൈപ്പ് സെന്റൻസ് ആണ്. അങ്ങനെ വരാറുണ്ട്, പോകാറുണ്ട്, എടുക്കാറുണ്ട്, ചാടാറുണ്ട്, നടക്കാറുണ്ട്, പഠിക്കാറുണ്ട്, ഇതൊക്കെ നമുക്ക് ഒരു പോസിറ്റീവ് ടൈപ്പ് സെന്റൻസ് ആയിട്ട് പറയാം. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമുക്ക് ചെറിയൊരു മാറ്റം വരുത്താം. അവർ വരാറുണ്ട് എന്നുള്ളതിന് പകരം അവർ വരാറില്ല എന്നാക്കി വിചാരിക്കും. അവർ വരാറില്ല എന്നാക്കി. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്?
They doesn't come, sir. They did not ആണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ തെളിയിക്കട്ടെ. They don't come, they doesn't come. ഇനി പറഞ്ഞോ, നമുക്ക് ലാസ്റ്റ് നമുക്ക് കറക്റ്റിലോട്ട് വരാം. നിങ്ങൾക്ക് They didn't come. They didn't come or did not come. Okay. അടുത്തത് പറഞ്ഞോളൂ, തെറ്റിക്കോട്ടെ, ധൈര്യമായിട്ട് പറയും. They not I did not reach there എന്നൊക്കെ പറയാം. I did not reach there. ഓ, ഒരു പടി കൂടി മുകളിലോട്ട് പോയി. വെരി ഗുഡ്. they not They not come എന്ന് പറഞ്ഞു അല്ലേ? അവർ വരാതില്ല എന്ന് പറഞ്ഞപ്പോ they not come എന്ന് പറഞ്ഞു. അടുത്തത് പറയാം. They not ബാക്കി പറഞ്ഞു. They would not come. They could not come. Okay. പിന്നെ They cannot come. they cannot come. Okay. They cannot come. They could not come. They cannot come. പിന്നെ do not come. അബ്ദുന എഴുതുന്നു do not come. പിന്നെ അടുത്തത് Does not come. does not come അല്ലേ? does not come. പിന്നെ അടുത്തത് they won't come. they won't go. ഒരു മെയിൽ വോയിസ് ഞാൻ ഇപ്പോഴാണ് കേട്ടെ. ഇവരുടെ Solomon. വെരി ഗുഡ്, വെരി ഗുഡ്. സോളമൻ. സോളമൻ എന്ന് പറയുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അറിവിന്റെ പര്യായം എന്ന് പറയുന്നത്. അറിവിന്റെ പര്യായം. ഓക്കെ, വെരി ഗുഡ്. സോളമന്റെ ഒരു കഥ കണ്ടിട്ടില്ലേ? പണ്ട് സോളമൻ രാജാവിന്റെ അടുത്താണ് ഈ രണ്ടമ്മമാര് ഒരു കൊച്ചിനെ കൊണ്ട് ചെന്നിട്ട് എന്റെ കൊച്ചാണെന്ന് ആവശ്യപ്പെട്ട ഒരു കഥ കേട്ടിട്ടില്ലേ? യെസ് സർ. Sir, അറിയാം. sir. അതെ, സോളമൻ രാജാവാണ് സത്യം കണ്ടുപിടിച്ചത്. ഓക്കെ, സൈൻ ഓഫ് വിസ്ഡം. അപ്പൊ സോളമൻ ശരിയാണ്. അടുത്ത് പറയും. ഓക്കെ, അത് ഞാൻ പറയട്ടെ. ഇതിനകത്ത് നമുക്ക് ഡോണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. ഡു പ്ലസ് നോട്ടിന് ഡോണ്ട് എന്ന് പറയാം. അപ്പൊ നമുക്ക് അവർ വരാറുണ്ട് എന്നുള്ളതിന് ദേ കം എന്ന് പറഞ്ഞു. അവർ വരാറില്ല എന്നാണെങ്കിൽ ദേ ഡു നോട്ട് കം. ദേ ഡു നോട്ട് കം. ഇതാണ് കറക്റ്റ്. ദേ ഡു നോട്ട് കം. Sir, അങ്ങനെയാണ്. ഏതാ കറക്റ്റ്? ഒന്നുകൂടി പറയോ? എന്തോ ഒന്നുകൂടി പറയോ കറക്റ്റ് ഏതാണ്? ശരിയാണ് കാരണം അല്ലേ? നോക്കുക, അതായത് അവർ വരാറുണ്ട് എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞത് ദേ കം. അവർ വരാറുണ്ട്. ദേ കം. COME കം. പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചു. അവർ വരാറില്ല എന്നാണെങ്കിൽ ആ വെർബിന്റെ തൊട്ട് മുന്നിൽ ഒരു ഡു നോട്ട് എന്ന് ചേർക്കുക. ഡു നോട്ട്. DONOT. നോട്ട്. ഡു നോട്ട്. അപ്പൊ എന്തായി? ദേ ഡു നോട്ട് കം. ദേ ഡു നോട്ട് കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ വരാറില്ല എന്നായി. അവർ വരാറില്ല. ദേ ഡു നോട്ട് കം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അവർ വിളിക്കാറില്ല എന്നാണെങ്കിൽ എന്ത് വരും? They did not call. They not call. വിളിക്കാന്നുള്ള എന്താ പോയിട്ട്? കോൾ. They do not call. അവർ വിളിക്കാറില്ല. ഇനി ഞങ്ങൾ പാടാറില്ല എന്നാണെങ്കിൽ എന്ത് വരും? We do not sing. വെരി ഗുഡ്. We do not sing. We do not sing. ഞങ്ങൾ പാടാറില്ല. ഓക്കെ. നിങ്ങൾ ഉറങ്ങാറില്ല എന്നാണെങ്കിൽ ഇത് വരും? നിങ്ങൾ ഉറങ്ങാറില്ല എന്നാണെങ്കിൽ ഇത് വരും?
You do not sleep. Do not You do not sleep. sleep. You do You not sleep. ശരിയാണ്. യു ഡു നോട്ട് സ്ലീപ്. അപ്പോ നമ്മൾ ഇന്ന് നോക്കിയതില് സിമ്പിൾ പ്രസന്റ് ആയ ഒരു വാചകത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റൻസും ആയാൽ മതി എന്ന് പറഞ്ഞു. ആ വാചകത്തെ നെഗറ്റീവായിട്ട് നമുക്ക് എഴുതണമെങ്കിൽ അതിന്റെ തൊട്ട് മുന്നിൽ എന്തുകൊണ്ട് ചേർത്താൽ മതി? ഡു നോട്ട് നമുക്ക് ചേർത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി ക്രോഡീകരിക്കുകയാണ്. ഏറ്റവും ആദ്യം ഒരു ഇംഗ്ലീഷ് നമുക്ക് സെന്റൻസ് തരണമെങ്കിൽ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം, ഈ ക്രമം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ എഴുതാമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് ആയ സെന്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ ഒരു എസ് എന്ന് ചേർക്കണം എന്ന് പറഞ്ഞു. വീണ്ടും നമ്മൾ പറഞ്ഞത് സബ്ജക്റ്റ് അയ്യോ യുവോ വന്നാൽ എസ് ചേർക്കണ്ട എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു സിമ്പിൾ പ്രസന്റ് ആയ സെന്റൻസിനെ നെഗറ്റീവ് ഇല്ല, വരാറില്ല, പോകാറില്ല, ചാടാറില്ല എന്നാക്കണമെങ്കിൽ ആ വെർബിന്റെ തൊട്ട് മുന്നിൽ ഒരു ഡു നോട്ട് ചേർത്താൽ മതി എന്ന് പറഞ്ഞു. ഒരു ഡു നോട്ട് ചേർത്താൽ. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഈ പറഞ്ഞതിന് എന്തെങ്കിലും സംശയമോ മനസ്സിലാവാഴികയോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ചോദിക്കും. അപ്പൊ ഡിഡ് നോട്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്നല്ലേ? ഡിഡ് നോട്ട് നെഗറ്റീവ് ആണ്. നമുക്കത് അടുത്ത ടെൻസ് പഠിക്കുമ്പോൾ അതില്ലാത്ത വരുന്നതാണ് അത്. ഞാൻ അതുകൊണ്ടാണ് അത് പറയാൻ കാരണം. അത് നമുക്ക് അതിൻ്റെ അകത്ത് പറയുമ്പോൾ നമുക്ക് എടുക്കാം. അത് നമുക്ക് വരും, പോകെ പോകെ നമുക്ക് വരും കേട്ടോ. എല്ലാം ഒരെണ്ണത്തിനെ നമ്മൾ വിടൂല, ഇതെല്ലാം നമ്മൾ പഠിക്കും. അപ്പൊ എല്ലാവരും കൂടി പറഞ്ഞ കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തൽക്കാലം അത് പറയാനിരുന്നത്. അത് പാസ്റ്റ് ടെൻസിൽ വരുന്നതാണ്. നമുക്കത് ആ പാസ്റ്റ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് അവിടെ ചർച്ച ചെയ്യും. ഓക്കെ, പറഞ്ഞു. മനസ്സിലാവാഴികയോ അത് ഏതെങ്കിലും ഒരു സംഗതി മനസ്സിലാവാഴികയോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് അതങ്ങനെ കറക്റ്റ് ചെയ്യും. സിമ്പിൾ ആണ് അല്ലേ? ഇംഗ്ലീഷ് ഭയങ്കര സിമ്പിൾ അല്ലേ? ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയത്. വളരെ വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി 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 സിമ്പിൾ. അതിനോട് ഒരു താല്പര്യം നമ്മൾ പ്രകടിപ്പിച്ചാൽ ബാക്കി നമ്മുടെ കോടികൾ പോരും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നിങ്ങൾ പറയണം. പറയാണ്ട് നിന്നിട്ട് രക്ഷയില്ല. പറയുമ്പോൾ നമുക്ക് ആ പറയാനൊരു ചളിപ്പില്ലേ, അതങ്ങനെ മാറിക്കിട്ടും. ഈ പ്രസംഗ മത്സരത്തിലൊക്കെ ആളുകൾ പോകുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ പരിശീലന കളിയൊക്കെ നടത്തുമ്പോൾ ഒരു കാര്യം പറയും. പ്രസംഗിക്കാനായിട്ട് നിങ്ങൾ വേദിയിൽ വന്നു നിൽക്കുമ്പോൾ ചിന്തിക്കുക, നിങ്ങൾക്ക് മാത്രമേ ഇത്തിരി വിവരമുള്ളൂ, ബാക്കിയുള്ളവരുടെ ഉണ്ടാക്കാനില്ലേ എന്നിട്ടങ്ങനെ പറയാം. കാരണം അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേജിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നിങ്ങൾ പഠിപ്പിച്ച സാറിനെ കാണാം, നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള പല ആളുകളെയും കാണാം, പലതാണ് നിങ്ങൾക്ക് ടെൻഷൻ വരും. ആ ടെൻഷനെ കുറിച്ച് ചിന്തിക്കില്ല. ഇത്തിരി വിവരവും ബോധമുള്ളത് എനിക്ക് മാത്രമേ, ഞാൻ എന്താണ് പറയും എന്ന് പറഞ്ഞ പോലെ അപ്പൊ വിവരക്കേട് പറയില്ലേ സർ? വിവരക്കേട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രാവശ്യം വീട് കഴിഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കാൻ പഠിച്ചത് അല്ലേ? എത്ര പ്രാവശ്യം ഓടുമ്പോ വീട് കഴിഞ്ഞിട്ട് ഓടാതെ വീഴാൻ പഠിച്ചെന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ ഇതിനകത്ത് സംഭവിക്കും. ഇവിടെ വേണ്ടത് നമുക്ക് വിജയിക്കാന്നുള്ളത്. നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇനി ആ ഇരിക്കുന്ന ഓഡിയൻസിന് വിവരമുള്ളവരുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ നമ്മളോട് പറയും, പറഞ്ഞതിൽ കുറെയൊക്കെ തെറ്റുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞ രീതി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ചില കാര്യങ്ങൾ എന്തു പറഞ്ഞു എന്നുള്ളതല്ല, എങ്ങനെ പറഞ്ഞു എന്നുള്ളത് വലിയൊരു ഘടകം. ഹൗ ഇറ്റ് ഈസ് ഡൺ, എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അത് വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. ചില കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ചില മത്സരം കണ്ടു കഴിയുമ്പോൾ നമ്മൾ പറയും തോറ്റു എന്ന് പറയില്ല, പൊരുതി തോറ്റു എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം അവർ അത്രയും ആത്മാർത്ഥതയോട് കളിക്കുകയും ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആ കളി കണ്ടു മനസ്സിലായി. അതുകൊണ്ടാണ് അവരെ പൊരുതി തോറ്റു എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വിവരമുള്ള രീതിയിൽ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് പറയും. ഇനി പറഞ്ഞോളൂ. അപ്പൊ നമുക്ക് തോറ്റവരാവാനല്ല, ജയിച്ചവരാവാൻ നമ്മൾ ശ്രമിക്കുന്നു. മനസ്സിലായില്ലേ? പിന്നെ ഇത്രയും നാള് നമുക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല എന്നുള്ളൊരു കാരണമല്ല, ഇനിയാണ് നമ്മൾ അറിയാനായിട്ട് പോകുന്നത്.
ഇപ്പൊ 55-ാമത്തെ വയസ്സിലാണ് ഈ തിലകൻ സിനിമയിൽ വരുന്നത്. അപ്പൊ അദ്ദേഹം മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ തിലകൻ എന്ന് പറയുന്ന ഒരു നടൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അടയാളപ്പെടുത്തിക്കൊണ്ടാണ് പോയത്. 55-ാമത്തെ വയസ്സിൽ വന്നിട്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ചിലപ്പോ ചില സിനിമകളൊക്കെ നിങ്ങൾ കാണുമ്പോൾ അതിനകത്ത് മെയിൻ നടനുണ്ടാവും, പക്ഷെ ഒരു 5 മിനിറ്റ് ചിലപ്പോൾ വന്ന് അഭിനയിച്ചു പോകുന്ന നടനുണ്ടാവും. ആ 5 മിനിറ്റ് കൊണ്ട് അയാളുടെ പെർഫോമൻസ് തകർപ്പണയുണ്ട്. അപ്പൊ നമ്മൾ പറയും മെയിൻ നടനേക്കാൾ നന്നായിട്ട് അയാൾ വന്നില്ല. ആദ്യം ശരി 10 മിനിറ്റ് പുള്ളി സീനിൽ ഉണ്ടായിരുന്നെങ്കിലും ആ 10 മിനിറ്റ് പുള്ളി നല്ല അഭിനയമാണ് കാഴ്ചവെച്ചത്. ഇതിന്റെ നാച്ചുറൽ അഭിനയമായിരുന്നു എന്ന് പറയും. എന്ന് പറഞ്ഞപ്പോഴേ നമ്മളൊരു വ്യത്യസ്തത എപ്പോഴും ഉണ്ടാക്കുക. അപ്പൊ ഞാനതൊരു നിങ്ങൾ പറയാൻ ഒരു എൻകറേജ്മെന്റിന് വേണ്ടിയിട്ട് കൂടി ഞാൻ സൂചിപ്പിച്ചതാണ്. ഇവിടെ കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ എത്തിപ്പിടിക്കാനായിട്ടാണ് പ്രയാസം. ഇതല്ല, ഇതിന്റെ അപ്പുറം നമ്മൾ മറികടക്കും ചെയ്യും എന്ന് പറയാം. ചിന്തിക്കാം എപ്പോഴും നമുക്ക് രക്ഷപ്പെടാൻ ചാൻസ് നമ്മുടെ മുന്നിലേക്ക് ദൈവമായിട്ട് തരും. ജീവിതത്തിൽ രക്ഷപ്പെടാത്ത പല ആളുകളെ നമ്മൾ സംസാരിച്ച് അവർ പറയും പണ്ട് എനിക്ക് ഒരു ചാൻസ് കിട്ടില്ല, ഞാനത് ഉപയോഗിച്ചില്ല, ആ സമയത്ത് ഞാൻ അത്ര അങ്ങനെ ചിന്തിച്ചില്ല പറയും. അപ്പൊ എല്ലാവരുടെ മുന്നിലൂടെയും രക്ഷപ്പെടാനായിട്ട് ചാൻസുകൾ കടന്നു പോകും. ചില ആളുകളുടെ മുന്നിൽ ഒന്നിൽ കൂടുതൽ ചാൻസുകൾ ഇങ്ങനെ കടന്നു പോകും. അപ്പൊ നമുക്ക് അത് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ കേപ്പബിൾ ആയിട്ട് ചെയ്യാം. നമ്മൾ കഴിവുള്ളതാണ് നമ്മളാണെങ്കിൽ നമ്മളെ തേടി വരും ഓപ്ഷൻ. വീട്ടിൽ വന്ന് വിളിച്ചിട്ടുള്ളൂ വലിയ പറഞ്ഞിട്ട്. അപ്പൊ സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സിമ്പിൾ പ്രസന്റിന്റെ ഇനിയിപ്പോ കുറച്ച് സമയമുള്ള പേരിലാണ് ഞാൻ അടുത്തിലോട്ട് കിടക്കാത്തത്. അല്ലെങ്കിൽ സിംഗുലറിന്റെ നൈറ്റിനെ കുറിച്ച് അതിന്റെ നോട്ട് ചെയ്യാൻ തന്നേക്കും. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞത് മുഴുവൻ ആർക്കെങ്കിലും തിരിച്ചും കൂടെ പറയാൻ പറ്റും. ഇന്ന് ഞാൻ പറഞ്ഞത് തിരിച്ചാർക്കെങ്കിലും എന്നോട് പറയാൻ പറ്റും. ഇതാണ് നമുക്ക് വേണ്ടത്. എനിക്ക് ബോധമുള്ളൂ, ഞാൻ പറയും, ഇതാണ് പറയാ. അങ്ങനെ ചിന്തിക്കും, അല്ലാതെ ചമ്മി നിന്നിട്ട് കാര്യമില്ല. ടെൻസിന്റെ വിവിധ ഫോംസ് അല്ലേ നമ്മൾ എന്ന് പറഞ്ഞേ? അതില് സിമ്പിൾ പ്രസന്റ് ആണ്. അതില് അതിന്റെ സ്ട്രക്ചർ, സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ച്, അതായത് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ കൂടെ പ്രസന്റ് അറിയാണെങ്കിൽ, വെർബിന്റെ കൂടെ പ്രസന്റ് ആണെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. അതിന് കുറെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ഹി റൺസ് ഫാസ്റ്റ്, അങ്ങനെ ഒരുപാട് ഒരു സെന്റൻസ് എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ നോക്കിയായിരുന്നു. എന്ത് സാർ? നമ്മൾ 2-3 എക്സെപ്ഷണൽ കേസുകൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ശ്രദ്ധിക്കേണ്ട 2-3 എക്സെപ്ഷണൽ കേസുകൾ നമ്മൾ പറഞ്ഞില്ലേ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർക്കണം. വെരി ഗുഡ്. പ്ലൂറൽ ആണെങ്കിൽ എസ് ചേർക്കേണ്ടതില്ല. പിന്നെ ഐയും യുവിന്റെയും കൂടെ ആണെങ്കിൽ എസ് ചേർക്കേണ്ടതില്ല. വെരി ഗുഡ്. ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. ഇത് കുറച്ചുപേര്, ഒരാൾ പറഞ്ഞു, ബാക്കിയുള്ളവരുടെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അവര് നിങ്ങളുടെ മനസ്സിന്റെ ഒപ്പം ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ചില കാര്യങ്ങളൊന്നും മനസ്സിൽ പറയും. അപ്പൊ നമ്മൾ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത്രയും പറഞ്ഞു. അതിന്റെ കൂടെ നമുക്ക് ഒരു സെന്റൻസ് എങ്ങനെ മേക്ക് ചെയ്യാന്ന് പഠിച്ചു സർ. സബ്ജക്റ്റ് പ്ലസ് ഒരു സെന്റൻസ് എങ്ങനെ മേക്ക് ചെയ്യാന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്, പിന്നെ എങ്ങനെ പ്ലസ് മാനർ പ്ലസ് പ്ലേസ് പ്ലസ് ടൈം, എങ്ങനെ എവിടെ വെച്ച് ഏത് ടൈമിൽ എന്നുള്ളത്. സബ്ജക്ട് മാനർ എങ്ങനെ, ഹൗ, പ്ലേസ് വെയർ, എവിടെ, ടൈം എപ്പോൾ, എങ്ങനെ എവിടെ എപ്പോൾ, അത് പറയുമ്പോൾ കറക്റ്റ്. ഓക്കെ 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 ഓക്കെ. പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യം അതിന്റെ നെഗറ്റീവ് സെന്റൻസ് മേക്ക് ചെയ്യാനായിട്ട് ഡു നോട്ട് കം ആഡ് ചെയ്താൽ മതി. ഡു നോട്ട് നമുക്ക് ആഡ് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പൊ ഇനി അടുത്ത ദിവസം ഞാൻ നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോ ഇനി അടുത്തുള്ളത് ബുധനാഴ്ച. അപ്പൊ നമുക്ക് വരുമ്പോ ഇതുമായി ബന്ധപ്പെട്ട ഇത്രയും നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചാദ്യം പറയണം. ഈ സിമ്പിൾ പ്രസന്റ് ഒരു 4-5 സെന്റൻസ് സ്വന്തമായിട്ട് എഴുതി വെക്കാം സിമ്പിൾ പ്രസന്റിൽ കേട്ടോ.
അപ്പോ ഇനി സംശയങ്ങളില്ലാതെ വിചാരിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, വി വിൽ മീറ്റ് നെക്സ്റ്റ് താങ്ക് യു സർ. Thank you, sir. 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 പരിശോധനാ ഫലം